എല്ലാ സ്ഥാനാർത്ഥികളും അവർ ജയിക്കാനുള്ള എല്ലാ ആളുകളെയും കാണുന്നത് സ്വാഭാവികമല്ലേ. അത് നമുക്ക് അനുകൂലമുള്ളവരും പ്രതികൂലമുള്ളവരും ഒക്കെ നമ്മൾ കാണുമല്ലോ. ഞാൻ ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. അത് നമ്മൾ ചർച്ച വിഷയങ്ങളുടെ കാര്യങ്ങളല്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അതൊന്നൊരു ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അത് അവരുടെ കാര്യങ്ങളാണ്. ഞാൻ അഭിപ്രായം വേണ്ട കാര്യങ്ങളല്ല. വേറെ വല്ല കാര്യം സംസാരിച്ചാൽ പറ്റും. അത് അയാളുടെ കുഴപ്പമില്ല. അത് ഞാൻ ടോവിന് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പം ഞാൻ ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ അത് അവസാനിച്ചു. പ്രമുഖരടക്കം ഈ പല കോണുകളിൽ നിന്ന് ഇടപെട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഇതാണോ? അല്ല, അത് എല്ലാ സ്ഥാനാർത്ഥികളും അവർ ജയിക്കാനുള്ള എല്ലാ ആളുകളെയും കാണുന്നത് സ്വാഭാവികമല്ലേ. അത് നമുക്ക് അനുകൂലമുള്ളവരും പ്രതികൂലമുള്ളവരും ഒക്കെ നമ്മൾ കാണുമല്ലോ. വോട്ടർമാരെന്ന നിലയിൽ അതായത് നമ്മളെ എല്ലാവരും കാണാൻ എല്ലാവരും ശ്രമിക്കും. അതൊരു പുതിയ കാര്യമല്ല. അതിലിപ്പോൾ നമ്മൾ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വിഭാഗം ആളുകളെയും പൊളിറ്റിക്കലായിട്ട് നമുക്ക് ചില വിഷയങ്ങൾ, അല്ല വ്യക്തികൾ എന്ന നിലയിൽ നമ്മളിപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ, കലാരംഗത്തുള്ള ആൾക്കാർ, സിനിമാ രംഗത്ത്, നാടക രംഗത്തൊക്കെയുള്ള എല്ലാ ആളുകളെയും എല്ലാ സ്ഥാനാർത്ഥികളും പരമാവധി കാണാൻ ശ്രമിക്കുന്നത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. അത് നമ്മൾ ആ രീതിയിലുള്ള വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്, സുരേഷ് ഗോപി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മകൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാനത് വായിച്ചിട്ടില്ല. നിങ്ങൾ പെട്രോളിന്റെ വില കൂടിയതിനെ പറ്റി ചർച്ച ചെയ്യും, ഡീസലിന്റെ വില കൂടിയതിനെ പറ്റി ചർച്ച ചെയ്യും, കുക്കിംഗ് ഗ്യാസിനെ പറ്റി ചർച്ച ചെയ്യും. ഈ ഇലക്ഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതാണ്. നമ്മൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആൾക്കാർ പല വ്യക്തികളെയും കാണുന്ന വിഷയങ്ങളല്ല ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ മതേതരത്വത്തെ പറ്റി, പൗരത്വ നിയമത്തെപ്പറ്റി, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ചേമ്പി കുത്തി ചേന കുത്തി എന്നുള്ള വർത്തമാനം പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതൊരു ഗൗരവപ്പെട്ട ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടേതായ രീതിയിൽ അവർ മൂവ് ചെയ്യും. അത് നമ്മളാരും അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആളുകളെടുത്ത് പോയി അവരുടേതായ രീതിയിൽ മൂവ് ചെയ്യും. അത് വളരെ സ്വാഭാവിക കാര്യങ്ങളാണ്. അത് ഒരു നമ്മൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ തമ്മിൽ രാഷ്ട്രീയ പോരാട്ടമാണ്. അത് നടക്കട്ടെ. ശരി.